കുറച്ച് മധുരപലഹാരം ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഇച്ചിരി ശർക്കര എടുത്ത് അടുപ്പത്ത് വെച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അലിയിച്ചെടുക്കണം. ഇപ്പോഴത്തെ ശർക്കരയിൽ മൊത്തം ഇതായിരിക്കും, നല്ലപോലെ അലിച്ച് ഇതാക്കി അരിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ അവിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കരിഞ്ഞു പോകരുത്, ചെറിയ തീയിലിട്ട് വറുത്താൽ മതി കേട്ടോ. വറുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. കയ്യിലെടുക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞ് വരണം. നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കേണ്ടതാണ്. പിന്നെ കപ്പലണ്ടി, ഇച്ചിരി കപ്പലണ്ടി ഇടുക. ഒത്തിരി ഉണ്ടെങ്കിൽ ഇട്ടോ കേട്ടോ, എൻ്റെ അടുത്ത് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, അതാണ്. ഇച്ചിരി കശുവണ്ടിയും കൂടി ഇടുക. കശുവണ്ടിയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കപ്പലണ്ടി മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇടുന്നത്. കരിയാണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കപ്പലണ്ടിൻ്റെ തൊലിയൊക്കെ പോകണം. അത് മാറ്റിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതേപോലെ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക. കരിഞ്ഞു പോവരുത്, ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ചെറിയ ചൂട് മതി, സിമ്മിലിട്ടൊന്ന് വറുത്തെടുക്കുക. കശുവണ്ടി ഇതേപോലെ ആയാൽ മതി കേട്ടോ. അതിൻ്റെ അണ്ടിപ്പരിപ്പ് മാറ്റിയതിന് ശേഷം കപ്പലണ്ടീൻ്റെ തൊലിയൊക്കെ ഒന്ന് അങ്ങോട്ട് കളയാം. അവിൽ പൊടിച്ച് വെക്കുക, നല്ലപോലെ പൊടിയണം. അപ്പോഴേക്കും നമ്മളെ തേങ്ങയിൽ ഏകദേശം ആയിട്ടുണ്ടാവും. അടുപ്പത്ത് വെക്കുമ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തേങ്ങ ഒരേ ഇളക്കലൊന്നും ഇളക്കണമെന്നൊന്നുമില്ല, നമ്മൾ അടുത്ത് തന്നെ ഉണ്ടായാൽ മതി. ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കരിഞ്ഞു പോകരുത് കേട്ടോ. ഇതേ പരുവൊക്കെ മതി കേട്ടോ, ഒരുപാടങ്ങ് ഇതാവുമൊന്നും വേണ്ട. ഇത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. കപ്പലണ്ടിൻ്റെ ഇതുണ്ടല്ലോ, നമ്മൾ തൊലി പോകാനായിട്ട് ഒന്ന് കൈകൊണ്ട് വെറുതെ നനയ്ക്കിയാൽ മതി. അപ്പോൾ തന്നെ അങ്ങ് പൊടിഞ്ഞ് ഇതങ്ങ് പോകും. കണ്ടോ? ഇതേപോലെ ചെയ്യാം. തൊലിയെല്ലാം കളഞ്ഞൊന്ന് എടുക്കുക. എന്നിട്ട് അതുപോലെ ശർക്കര നമ്മൾ അരിച്ചെടുക്കണം. കാരണം ഇപ്പോഴത്തെ ശർക്കരയിൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ ഇരിക്കുന്നതെന്നറിയില്ല, മണ്ണുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുക. അതുപോലെ കപ്പലണ്ടിയും കശുവണ്ടിയും കൂടി പൊടിച്ചെടുക്കുക. തേങ്ങ പൊടിച്ചെടുക്കുക. അവിൽ പൊടിച്ചെടുക്കുക. അതോടൊപ്പം പിന്നെ ഇച്ചിരി മുന്തിരി ഉണ്ടെങ്കിൽ എടുക്കുക, കറുത്ത മുന്തിരി. ഏത് മുന്തിരിയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. ഇനി അതേപോലെ തന്നെ കശുവണ്ടി കഷ്ണാക്കിയിട്ട് അങ്ങനെ ഇടണമെങ്കിൽ ഒരു ചെറിയ ഇലാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ശർക്കര ഒഴിച്ച് കൊടുക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഈ അവിൽ പൊടിച്ച് വെച്ചില്ലേ അതിടുക. അവിലും തേങ്ങയും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. വേറെ വേറെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, അതുകൊണ്ടാണ് ഞാൻ വേറെ വേറെ ചെയ്തേക്കുന്നത്. നല്ല തിളച്ചതിന് ശേഷം ഈ പൊടിച്ച അവിലും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ട പിടിക്കാൻ പാടില്ല. കട്ട പിടിക്കാണ്ട് പെട്ടെന്ന് പറ്റും, നമുക്കൊരു പണിയൊന്നും ഇല്ല. ഇത് ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നല്ലപോലെ കട്ടയൊക്കെ കളഞ്ഞ് ഇതേപോലെ. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പൊടിയും ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ കപ്പലണ്ടിയും അതുപോലെ കശുവണ്ടിയൊക്കെ ഇതാക്കി വെച്ചില്ലേ, പൊടിച്ച് വെച്ചില്ലേ, അതും ഇടുക. നല്ലോണം പൊടിച്ചു കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാടങ്ങ് പൊടിച്ചില്ല, എൻ്റെ അടുത്ത് വേറെ കപ്പലണ്ടി ഇതുണ്ടായിരുന്നില്ല. അത് കാരണം ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. നല്ലപോലെ പൊടിഞ്ഞു കേട്ടോ, നല്ല ഇതായിട്ട് പൊടിയുന്നതാണ് ഒന്നുകൂടെ നല്ലത്. എൻ്റെ കശുവണ്ടി ഇതിട്ട് കൊടുക്കുക. മുന്തിരി, ഉണക്ക മുന്തിരിയോ അല്ല ഏതെങ്കിലും മുന്തിരിയോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ഇടാൻ തോന്നുന്നു അതെന്ത് വേണേലും ഇടാം. നിങ്ങൾക്ക് കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്താൽ, ആവശ്യമില്ല ഇതിന്, ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് വേണ്ടത് അതേ സെയിൽ നിങ്ങൾ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഉരുട്ടിയെടുക്കുക, അല്ല വേറെ എന്തെങ്കിലും ഇതായിട്ട് ഷേപ്പ് എന്തെങ്കിലും ഇതാക്കി വെക്കണമെങ്കിൽ അതുപോലെ ചെയ്യുക, കുഴപ്പമില്ല. ചായക്കടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, കുട്ടികളൊക്കെ കഴിച്ചോളും. ചെറിയ സാധനമാണ്, ഒരുപാട് ചിലവില്ല. കുഞ്ഞ് സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്കെല്ലാം വലിയവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക, കഴിക്കുക, എന്നോട് വിളിച്ച് വിവരം പറയാം. നിങ്ങൾ ആരെങ്കിലും എന്നോട് ഇങ്ങോട്ട് കാണിച്ചതിനോട് അവരോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തിന് അഭിപ്രായം പറയുന്നുണ്ടോ? ഒന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ, കൊള്ളാം അല്ലെ കൊള്ളില്ല, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു.
അല്ലേ കൊള്ളില്ല, എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഞാൻ നിങ്ങളെ അഭിപ്രായമൊക്കെ കേൾക്കാനല്ലേ ഇരിക്കുന്നേ. ഒരുപാട് നല്ല സാധനം അല്ലെങ്കിലും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ലേ ഞാൻ ഉണ്ടാക്കുന്ന സാധനം. കഷ്ടമുണ്ട് കേട്ടോ. കാണുക, അതോടൊപ്പം തന്നെ എന്താ പറയുക, എനിക്ക് അഭിപ്രായങ്ങൾ പറയാം. കൊള്ളില്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ശരിയാക്കി എടുത്തോളാം കേട്ടോ. പറയണോട്ടോ എന്നോട് എന്താണെന്നൊക്കെ. ഒന്നോടെ കാണിച്ചു തരാം ഉണ്ട. നമുക്കിത് എങ്ങനെ വേണേലും ഉണ്ടാക്കിയെടുക്കട്ടെ, ഏത് ആകൃതിയിൽ വേണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കൊച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ചെയ്യണമെന്നുണ്ട്, അതേപോലെ ചെയ്തെടുക്കാം. ഞാൻ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു ചെറിയൊരു ഇതെടുത്തിട്ട് കണ്ടില്ലേ, ഞാൻ എടുത്ത പാത്രം അതിനകത്താക്കിയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെ ചെറിയ വേറെ എന്തെങ്കിലും ഇതായിട്ടുള്ളൊരു പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കൊച്ചുങ്ങൾക്ക് കഴിക്കുന്നു നമുക്ക് തോന്നുന്ന രീതിയിൽ നമുക്കത് റെഡിയാക്കി എടുക്കാം. എന്താ, ഞാൻ കുറച്ച് ഉണ്ടയാക്കിയാണ് വെച്ചേക്കുന്നത്. വെറുതെ ഉരുട്ടി അങ്ങനെ വെച്ചിട്ട്, അത് വലുതായിട്ട് വേണേലും അങ്ങനെ ചെയ്യാം, ചെറുതായിട്ട് വേണേലും അങ്ങനെ ചെയ്യാം. അല്ല ഇതേപോലെ ഞാൻ ചെയ്ത പോലെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഏതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മതി. എല്ലാവരും വെറുതെ എങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വലിയ പണിയൊന്നുമില്ല, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഉള്ള സാധനമൊക്കെ വെച്ച് തട്ടിക്കൂട്ടൊക്കെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ വീട്ടിലേക്ക് തന്നെ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാവരും കാണണം കേട്ടോ, എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം എന്നോട് കേട്ടോ. കണ്ട, ഏത് രീതിയിൽ വേണേലും നമുക്ക് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്നാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ വേണേലും അങ്ങനെ എടുക്കാം.